മേഖലയിലൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് നമ്മളൊരിക്കലും വഴിതെറ്റിപ്പോയതായി എനിക്ക് തോന്നിയിട്ടില്ല. പേരെടുത്തില്ലെങ്കിലും പേര് കേൾപ്പിക്കാൻ തക്കവണ്ണം ഞാനൊന്നും ചെയ്തിട്ടില്ല. കേരളം മുഴുവൻ അറിയപ്പെടുന്ന എഴുത്തുകാരനും ചിന്തകനുമാണ് ശ്രീ രാജീവ് ഇരിഞ്ഞാലക്കുട. കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ സാംസ്കാരിക സ്ഥാപനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് 25ാമത്തെ പുസ്തകം പുറത്തിറങ്ങുകയാണ്. കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് സഞ്ചരിക്കുകയും ക്ഷേത്രങ്ങളും ആധ്യാത്മിക കേന്ദ്രങ്ങളും മഠങ്ങളും ഒക്കെ തന്നെ സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ കാമ്പുകളൊക്കെ തന്നെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ വളരെയധികം അഭിമാനവും അറിവൊക്കെ ഉണ്ടാകാൻ ഇടയാക്കുന്നതാണ്. നേരത്തെ വടക്കാഞ്ചേരി NSS കോളേജിൽ അധ്യാപകനായിരുന്നു. MA ഇംഗ്ലീഷ് 1ാം റാങ്കോടുകൂടി പാസ്സായ വ്യക്തിയാണ് ശ്രീ രാജീവ് ഇരിഞ്ഞാലക്കുട. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം. ഞാൻ എഴുത്തിൻ്റെ ലോകത്തിൽ ഒരു വേറിട്ട സഞ്ചാരം നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ എന്നെക്കുറിച്ച് ശ്രീ കൈലാസ്നാഥ്ജി സൂചിപ്പിച്ചതുപോലെ അമ്പലങ്ങൾ 4 അമ്പലമായിട്ടാണ് തുടങ്ങിയത്. എല്ലാവർക്കും അറിയാം, രാമായണ മാസക്കാലത്ത് നടക്കുന്ന 4 അമ്പലം തീർത്ഥയാത്ര. ആദ്യം തൃശ്ശൂർ ജില്ലയിൽ എഴുതി, പിന്നീട് മലപ്പുറം ജില്ലയിൽ എഴുതി, പിന്നെ കോട്ടയം കേന്ദ്രീകരിച്ചുള്ള 4 അമ്പലങ്ങളെക്കുറിച്ച് എഴുതി, പിന്നീട് ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്ന അതിനെക്കുറിച്ച് എഴുതി. അപ്പം ഇങ്ങനെ അമ്പലങ്ങളെക്കുറിച്ച് എഴുതി. അപ്പം എനിക്കൊരു ചിന്ത വന്നു, നമ്മുടെ നാടിൻ്റെ സാംസ്കാരികവും ആധ്യാത്മികവുമായ ഉണർവിന് അമ്പലങ്ങൾ എത്രത്തോളം ഗുണകരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ക്ഷേത്രങ്ങളുടെ എണ്ണം കൂടി, ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. പക്ഷേ ഇതെല്ലാം നമ്മുടെ നാടിന് എത്രത്തോളം ഗുണകരമാണ്. യഥാർത്ഥ നവോത്ഥാന കേന്ദ്രങ്ങൾ ഏത്? അങ്ങനെയാണ് സന്യാസിമാരും ആശ്രമങ്ങളിലേക്കും പോകുന്നത്. അപ്പം 4 അമ്പലങ്ങളിൽ നിന്നും 4 ആശ്രമത്തിലേക്ക്, അതായത് സന്യാസാശ്രമം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, പിന്നെ സന്യാസാശ്രമം. ആ ആശ്രമങ്ങളിലും അത് സ്ഥാപിച്ച ആചാര്യന്മാർ, പിന്നെ അതിനെ തുടർന്ന് അവിടെ പ്രശിക്ഷന്മാർ, അതിനെക്കുറിച്ചുള്ള പുസ്തകം കേരളത്തിലെ ആശ്രമങ്ങൾ തുടങ്ങി. കേരളത്തിലെ ആശ്രമങ്ങൾ അപ്പോൾ ആദ്യം 2000 അത് തുടങ്ങിയപ്പോൾ അന്ന് 300 ചില്ലാൻ ആശ്രമങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എൻ്റെ ശ്രദ്ധയിൽ പെടാതെ പോയത് പലതും ഉണ്ട്. പിന്നെ ഇപ്പോൾ 2016 ഞാൻ ഇംഗ്ലീഷിൽ അത് തയ്യാറാക്കി, മഡ്സ് ആൻഡ് മിഷൻസ് ഇൻ കേരള 2016. അപ്പോൾ കേരളത്തിൽ 456ഓളം ആശ്രമങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ കേരള നാട്ടിലുണ്ടോ? ഇപ്പം ഭാരതം മുഴുവനും മാറുന്നു, ബംഗാളടക്കം മാറി. കേരളത്തിൽ ആ മാറ്റം പ്രതിഫലിക്കുന്നുണ്ടോ? കാരണം ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും അയ്യങ്കാളിയും, അതിനു മുമ്പ് തൈക്കാട്ട് അയ്യാസ്വാമി ഉണ്ടായിരുന്നു, അയ്യാ വൈകുണ്ഠനാഥരുണ്ടായിരുന്നു. അങ്ങനെ എത്രയോ മഹാന്മാരുടെ നാടാണ്. അപ്പം അവരുടെ ജീവിത ചരിത്രം, അവരുടെ പ്രവർത്തന മണ്ഡലം, തുടർന്ന് വന്നിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ, ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അത് കഴിഞ്ഞ് ഇത് കേരളം ശങ്കരാചാര്യ സ്വാമികളുടെ നാടാണല്ലോ. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികളുടെ ജീവിതവും പ്രവർത്തനവും കേരളത്തിൽ, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് ശ്രീശങ്കരനും സ്വാമിയാർ മഠങ്ങളും. കന്യാകുമാരിയിലെ മുഞ്ചിറ മഠം മുതൽ കാസർഗോഡ് ഇടനീർ മഠം വരെ സഞ്ചരിച്ച് തയ്യാറാക്കിയതാണ് ഈ പുസ്തകം. അപ്പം ഇങ്ങനത്തെ ഒരു പുസ്തകം, ശങ്കരാചാര്യ സ്വാമിയെക്കുറിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ശങ്കര മഠങ്ങൾ, അതിനെ ഇവിടെ കേരളത്തിൽ സ്വാമിയാർ മഠങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ശങ്കരമഠങ്ങൾ, ഇപ്പോൾ ശൃംഗേരി മഠം, ബദരിനാഥിലെ, പുരിയിലെ, ദ്വാരകയിലൊക്കെ മഠങ്ങൾ ഉണ്ട്, 4 മഠങ്ങൾ. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അതിനുണ്ടാവുന്ന പ്രത്യേകതകൾ എന്തുകൊണ്ടാണ്? അതിൽ കൂടെ നമ്മൾ ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. ശങ്കര ദർശനം എന്തുകൊണ്ട് കേരളത്തിൽ ശങ്കിക്കപ്പെട്ടു? പിന്നെ ശങ്കരമഠങ്ങൾ കഴിഞ്ഞ്
ഞാൻ ആദ്യമായി ബന്ധപ്പെടുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ബന്ധപ്പെടുന്നത് രാമകൃഷ്ണ പ്രസ്ഥാനത്തിലാണ്. ശ്രീരാമകൃഷ്ണ മഠങ്ങളുമൊക്കെ ആയിട്ടുള്ള ബന്ധം. അപ്പം നേരത്തെ രാമകൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടൊരു പുസ്തകം തയ്യാറാക്കിയിരുന്നു. പക്ഷെ അതിനു മുമ്പ് ശങ്കരമഠങ്ങളെക്കുറിച്ച് അത് 2000 പ്രസിദ്ധീകരിച്ചിട്ടാണ് 2002 ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം കേരളത്തിൽ, അത് ശ്രീമദ് സിദ്ധിനാഥാനന്ദ സ്വാമിയാണ് ആ പുസ്തകത്തിന് അവതാരിക തന്നത്. അപ്പം ഈ അവതാരിക വളരെ പ്രഗത്ഭനായ രാമകൃഷ്ണ പ്രസ്ഥാനത്തിലെ വരിഷ്ഠനായ സന്യാസി ശേഷൻ, അദ്ദേഹം ഇത് നോക്കി അങ്ങനെ അവതാരികയൊന്നും കൊടുക്കുന്ന ഒരാളല്ല, നോക്കി അവതാരിക തന്ന ഞാൻ കോഴിക്കോട് രാമകൃഷ്ണ സേവാശ്രമത്തിൻ്റെ വാതിൽ കടന്നു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു കാവ്യവേഷക്കാരൻ, സന്യാസിയാണോന്ന് എനിക്കറിയില്ല, കാവ്യവേഷമിട്ടവരെല്ലാവരും സന്യാസിമാരാവണമെന്നില്ലല്ലോ, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഐ ഹേഡ് you are writing about our institution, but don't defame our institution by writing rubbish on it. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് 2003. അപ്പോഴാണ് ഈ വിവേകാനന്ദ സാഹിത്യമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, jealousy is an unerasable remark on the face of a slave. ഒരു അടിമയുടെ മുഖത്ത് മായാത്ത മുദ്രയാണ് അസൂയ. അപ്പോൾ വേദാന്ത ശാസ്ത്രമൊക്കെ പഠിച്ച പിന്നീട് എൻ്റെ റിസർച്ച് സബ്ജക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഉപനിഷത്സ് ഓൺ വിവേകാനന്ദാസ് പോയട്രി, വിവേകാനന്ദ കവിതകളിലെ വേദാന്ത സ്വാധീനം. വേദാന്തമൊക്കെ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നത് അന്ധക്കരണത്തിനുള്ളിൽ അഹന്ത, അത് ഒരു പ്രശ്നം തന്നെ. അതിലേറെ പ്രശ്നമാണ് അസൂയ. അത് ഈ മലയാളികൾക്കിടയിലൊക്കെ അത് ഏത് വേഷമായാലും അവരുടെ ഇടയിലുള്ള വേഷം കെട്ടുകൾ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം കേരളത്തിൽ എഴുതാൻ പോയതിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നീട് കുറച്ചും കൂടി വിപുലപ്പെടുത്തി സ്വാമി വിവേകാനന്ദനും കേരളവും എന്നുള്ള പുസ്തകം, ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തയ്യാറാക്കിയത്. അതിനും ഈ പറയുന്ന പോലെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടു. കാര്യം സ്വാമി വിവേകാനന്ദൻ അല്ലെങ്കിൽ ശങ്കരാചാര്യ സ്വാമി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പലവരുടെയും കുത്തകയാണ്. കേരളത്തിൽ നാരായണ ഗുരുദേവൻ എന്നാ പറയണ കേട്ട് അപ്പം തന്നെ ഇത് ചിലരുടെ കുത്തകയാണ്. ചട്ടമ്പി സ്വാമി, ഒരുപക്ഷെ ഈ ജാതിക്ക് അതീതമായിട്ട് പോയൊരു മഹാത്മാവുണ്ടെങ്കിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ചട്ടമ്പി സ്വാമിയാണ്. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമിയെ കുറിച്ചിട്ട് വലിയ പ്രശസ്തനായ ഒരു സാംസ്കാരിക നായകൻ പറയുണ്ടായി, കേരള നവോത്ഥാനത്തിൻ്റെ കന്നിമൂലക്കല്ലാണ് ചട്ടമ്പി സ്വാമികൾ. ഈ വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? സ്വാമി വിവേകാനന്ദൻ തൻ്റെ കേരള യാത്രക്കിടയിൽ എറണാകുളത്ത് വെച്ച് സ്വാമിയെ കാണുന്നു, ചട്ടമ്പി സ്വാമികളെ കാണുന്നു. 3 ദിവസം അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച. അത് കഴിഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദൻ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, പുസ്തകത്തിലല്ല അദ്ദേഹം കയ്യിൽ വെച്ചിരുന്ന ഡയറിയിൽ എഴുതുന്നു, ഐ മെറ്റ് എ റിമാർക്കബിൾ പേഴ്സൺ ഇൻ മലബാർ. മലബാറിൽ ഞാനൊരു മഹാത്മാവിനെ കണ്ടു. സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തെ ഭ്രാന്താലയമാണ് എന്ന് വിളിച്ചു എന്നുള്ളത് അത് കേരളത്തിൽ വന്നപ്പോൾ വിളിച്ചതല്ല. പിന്നീട് അദ്ദേഹം സാഗരങ്ങൾക്കപ്പുറത്ത് പോയി ഭാരതീയ സംസ്കാരം അതിൻ്റെ അന്തസത്തായ വേദാന്ത പ്രചരണം നടത്തി, ലോകം മുഴുവനും നടത്തി. പിന്നീട് തിരിച്ചു വന്ന് കൊളംബോ മുതൽ അൽമോറ വരെ ഒരു പ്രഭാഷണ പരമ്പര നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മദിരാശിയിലെ ട്രിപ്ലിക്കെയിൻ സൊസൈറ്റിയിൽ വന്നപ്പോൾ അവിടെ നടത്തിയ പ്രഭാഷണത്തിലാണ് പറയുന്നത്, മലബാർ ഈസ് എ ലുണാറ്റിക് അസൈലം. മലബാർ ഒരു ഭ്രാന്താലയമാണ്. എന്നാൽ സ്വാമി വിവേകാനന്ദൻ അന്നത്തെ മലബാറിൽ കൂടെ പോയിട്ടുമില്ല. അദ്ദേഹം പാലക്കാട്, ഷൊർണൂർ, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, എറണാകുളം, തിരുവനന്തപുരം, ശുചീന്ദ്രം വഴി കന്യാകുമാരി പോയി. അവിടുത്തെ 3 ദിവസത്തെ ധ്യാനം. അതിനുശേഷമാണ് അദ്ദേഹത്തിന് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന പുസ്തകമാണ് സ്വാമി വിവേകാനന്ദനും കേരളവും. 1892 അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ ചട്ടമ്പി സ്വാമികളെ കാണുന്നു. ചട്ടമ്പി സ്വാമികളുടെ
ആ വ്യക്തി മാഹാത്മ്യത്തിൽ അദ്ദേഹം ആകൃഷ്ടനാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് ഐ മെറ്റ് എ റിമാർക്കബിൾ പേഴ്സൺ ഇൻ മലബാർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാലം 1892 കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഈ വിഷയം നമ്മൾ ഇതുവരെ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല. നാരായണ ഗുരുദേവനെക്കുറിച്ച് നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്നാ പറയുന്നുണ്ട്. പക്ഷെ നാരായണ ഗുരുവിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പ്രചോദനം കിട്ടിയ ഒരുപാട് മഹാത്മാക്കൾ, ഇപ്പം അയ്യാ വൈകുണ്ഠനാഥർ, തൈക്കാട്ട് അയ്യാസ്വാമി, ചട്ടമ്പിസ്വാമി, ഇങ്ങനെയുള്ള യഥാർത്ഥ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടോ? നവനവോത്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ പലരും പലതും നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സത്യസന്ധമായ ഒരു ഗവേഷണം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തയ്യാറാക്കിയത് ശ്രീരാമകൃഷ്ണ സംഘ സന്യാസിമാർ കേരളത്തിൽ. ഇത് കേരളത്തിൽ നിന്നും രാമകൃഷ്ണ സംഘത്തിലേക്ക് പോയ സന്യാസിമാരുടെ ജീവചരിത്രം. വാസ്തവത്തിൽ ഒരു കാലത്ത് രാമകൃഷ്ണ വിവേകാനന്ദന്മാരുടെ ജന്മഭൂമിയായ ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രമങ്ങൾ കേരളത്തിലായിരുന്നു. ഏറ്റവും കൂടുതൽ സന്യാസിമാർ മലയാള രാജ്യത്തിൽ നിന്നായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? രാമകൃഷ്ണ മിഷൻ വിട്ടുപോയ ഒരു സ്വാമി അമർത്യാനന്ദയുണ്ട്. അദ്ദേഹം എഴുതിയ അർദ്ധവിരാമം ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിയുടെ ജീവചരിത്ര വിഭാഗത്തിൽ ഡീറ്റെയിൽ സ്റ്റഡിക്കുള്ളതാണ്. ഞാൻ എഴുതിയിരിക്കുന്ന പൂർണ്ണവിരാമക്കാരായ സ്വാമിമാരുടെ ജീവചരിത്രം. ഇതൊന്നും വായിക്കേണ്ടവർ തന്നെ വായിക്കുന്നില്ല. ഈ അർദ്ധവിരാമത്തേക്കോ ഒപ്പം പഠിപ്പിക്കുന്ന വിഷയം നമ്മുടെ നളിനി ജമീലയുടെ പുസ്തകം കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിനിപ്പോൾ എൻ്റെ ഈ പുസ്തകങ്ങളെ പോലെ പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട. ഇത് പുതിയ തലമുറ, അതായത് വരുന്ന തലമുറ പഠിക്കേണ്ട വിഷയങ്ങളാണോ നമ്മൾ പഠിക്കുന്നത്? അതിപ്പോൾ ഈ വായനാ ദിനം, എല്ലാ ജൂൺ 19 വായനാ ദിനം ആഘോഷിക്കുകയാണ് കേരളത്തിൽ. അപ്പം നമ്മൾ പഠിക്കേണ്ടതാണോ പഠിക്കുന്നത്? കുഞ്ഞുണ്ണി മാഷ്ടെ കൈരളിയുടെ കവികളിൽ വലിയ ഉണ്ണിയായ കുഞ്ഞുണ്ണി, ആ കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പം നമ്മുടെ ഈ വായനാ ദിനത്തിൽ നമ്മുടെ നാടിൻ്റെ പൈതൃകം മനസ്സിലാക്കാൻ ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കണം? ഇപ്പം സന്യാസിമാരുടെ ആശ്രമങ്ങളിലൊക്കെ പുസ്തകം വായിച്ചാൽ ജീവിതം തന്നെ ഇല്ലാതാവും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഹിന്ദുക്കൾ വെള്ളംകോരികളും വിറക് വെട്ടുകളുമായി തീരുന്നു എന്നുള്ളൊരു വിലാപം എത്രയോ കാലമായി നടക്കുന്നു. അപ്പം ഹിന്ദു ജനത അവരുടെ പൈതൃകത്തെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണീയരായിത്തീരണം. നമ്മളിപ്പോൾ ആദരിക്കേണ്ടവരെയാണോ ആദരിക്കുന്നത്? അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടുകളോളം ഞാൻ ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് നമ്മളൊരിക്കലും വഴിതെറ്റിപ്പോയതായി എനിക്ക് തോന്നിയിട്ടില്ല. പേരെടുത്തില്ലെങ്കിലും പേര് കേൾപ്പിക്കാൻ തക്കവണ്ണം ഞാനൊന്നും ചെയ്തിട്ടില്ല.